अनकल क्रैश कार्ड मुट्टू अभी अभी मेरे सेक्का इरिक्कुന്നുണ്ട് രാജാവ് നല്ല പോളി പോലെ കേറി വന്നു രാജാവ് പോളി പോലെ വന്ന് കേറി വന്നു ഒരു കുഴപ്പമില്ല രാജാവിന് കുഴപ്പമൊന്നുമില്ല പുലിക്കുഞ്ഞിനാണ് പകുതിക്കൊന്ന് പണി കിട്ടി आप लोग ही बताओ भैया ये साइड में से कैसे ये रोड में से कैसे जाएगा गाड़ी तो पूरा गाड़ी घुस जाएगा इसका अंदर में इंटरनेशनल राइड राहुल भाई इंटरनेशनल राइडर राइडिंग स्टाइल टॉप हेलो एवरीवन, फिर से एक नए दिन का शुरुआत ऑलरेडी हो चुका है और हम लोग निकल रहे हैं राइड के लिए। और हमारा साथ में आज कौन कौन है? ये तुम्हारा नाम क्या है भाई? मेरा नाम क्या है बताओ? मेरा नाम अभिजीत है, विच्चू है, स्वाति है। हाँ, हम लोग का 4 लोग जाने वाला है राइड पे। हमारे साथ में रहने वाला है 2 बाइक। तुम्हारा बाइक कौन सा है? रॉयल एनफील्ड क्लासिक 350। ओके, मेरा है R15 D4। सो आज का राइड होने वाला है बहुत मज़ेदार। हम लोग का भी निकलने वाला है। ओके, सो बाइक कहाँ पर रखा है? अच्छा, सो हमारा बाइक यहाँ पर है और एक बाइक यहाँ। ये दोनों बाइक आज जाने वाला है राइड पे। सो गाइज, हम लोग को अभी जस्ट निकलने वाला है। तो अभी रेडी हो गया, मैं भी रेडी हूँ। हाँ ओके ओके। तो मेरे साथ में स्वाति बैठने वाली है। स्वाति आ जाओ, कमन। ओके, लेट्स गो। तो फाइनली हम लोग निकल गया है। अभी हाईवे में पहुंचने वाला है थोड़ा देर में। हाईवे भी नज़दीक में है, ज़्यादा दूर नहीं है। में कोई लेडी को नीचे राइट में जा रहा है भाई, बहुत डर लग रहा है। नीचे से गिर गए तो मेरा अवस्था क्या ही लग जाएगा। चल रहे भाई, हम भी है, हमको भी जाने का।
लोकेशन ओके लोकेशन ನಾನು ಫಸ್ಟ್ പറയില്ല ലൊക്കേഷൻ നോട്ട് ചെയ്തെंगे वहाँ पर बैक साइड में अच्छा वाला व्यू देखो आप लोग ही बताओ भैया ये साइड में से कैसे ये रोड में से कैसे जाएगा गाड़ी तो पूरा गाड़ी घुस जाएगा इसका अंदर में दो रोड देखा है दो रोड सेम ऐसा ही है ओ रोड है बहुत गंदा हम लोग अभी कैसे जाए शिट सो फाइनली गाइस हम लोग अभी क्रॉस करने वाला है गड्ढा सो गड्ढा आने वाला है बहुत डेंजर आप लोग देखते रहिए कैसे हम लोग जाते हैं इस तरफ मैं तो सोच रहा हूँ शू निकाल दो ओ भाई साहब गाड़ी जाएगा क्या രാഹുൽ ഭായ് പുള്ളി ഇന്റർനാഷണൽ റൈഡറാണ് പുള്ളിയുടെ റൈഡിങ് സ്റ്റൈലിലെ ഏറ്റവും ടോപ്പസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് വെള്ളം വേണോ ഇനിയിപ്പോ വെള്ളം വേണോ പോയിട്ട് എടുത്തോ വണ്ടി അപ്പുറം കാറ്റുള്ളൂ വാ വാ എനിക്ക് കേറി കേറി ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മൗണ്ടന്റെ ഏറ്റവും ടോപ്പിലേക്കാണ് ഞങ്ങൾക്ക് കാണണം ബാംഗ്ലൂരിനകത്തുള്ള ലക്ഷറി സിറ്റിക്ക് പുറത്ത് കിടക്കുന്ന ഇതുപോലുള്ള കാടും മലകളുടെയും ഉള്ളിൽ എന്തൊളിപ്പിച്ചു വെച്ചിരിക്കുന്നു പ്രകൃതി നമുക്കായി തന്നിരിക്കുന്നത് എന്ത് നിധിയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ കാടും മലയും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ബാംഗ്ലൂരിന്റെ മറ്റൊരു മുഖം നിങ്ങളാരും കാണാത്ത ബാംഗ്ലൂരിന്റെ മറ്റൊരു മുഖമാണ് ഞങ്ങൾ വ്യൂ കാഴ്ചകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് കാടും മലയും പ്രകൃതി തന്ന വരദാനമാണ് മഴ 1600 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന മഴ കാരണം ഉണ്ടായിട്ടുള്ളതാണ് ഈ കാടും മലയും പ്രകൃതി ദത്തമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് മനുഷ്യനുള്ളത് പോലും ആ മഴയുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ പ്രകൃതി നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വരദാനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണണ്ടേ ഇതാണ് ബാംഗ്ലൂരിന്റെ മറ്റൊരു നഗരം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് മനുഷ്യനിർമ്മിത നഗരമല്ല പ്രകൃതി നിർമ്മിത നഗരമാണ് ആ നഗരത്തിന്റെ ഉൾക്കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി പ്രകൃതി കരുതി വെച്ചിരിക്കുന്നത് ട്രെയിൻ പോകുന്നുണ്ട് മനുഷ്യനിർമ്മിതമായ ട്രെയിൻ യാത്ര ചെയ്യുന്നതിലൂടെയല്ല നമ്മൾ പോകുന്നത് പ്രകൃതി നമുക്ക് വേണ്ടി വരദാനമായി തന്നിരിക്കുന്ന വഴികളിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ പ്രകൃതി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് तो आज का राइड में बहुत मज़ा आ रहा है भाई क्या क्या देखने के लिए मिल रहा है और सबसे तो बढ़िया है रोड वाओ इतनी बाइक से बहुत हम लोग कौन सा रोड में जाना है कहाँ जाना है कुछ पता नहीं है कौन सा रोड में जाना है
ആഗ്രഹമൊന്നുമില്ല ഇങ്ങനെ കറങ്ങാൻ പോകുന്നത്. ഉണ്ട് പക്ഷേ ആറ് ആ അതെ ചേട്ടനോട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. എവിടെയും പോയിട്ടില്ല. ട്രെയിൻ നോക്ക്. ട്രെയിൻ പോകുന്നുണ്ട്. നോക്കേ തേരി. ഏത് വഴിയാ? ഇതല്ലേ റോഡ്? हाँ ये मेरी वो मेरा घर है. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. अच्छा रोड है, बहुत अच्छा है, बहुत बढ़िया है भाई साहब. मैं जितना दिन से राइड कर रहा है ऐसा रोड फर्स्ट टाइम मिला है. हाँ നമ്മൾ ഏത് സൈഡിലും പോകണം? എടാ ഏത് സൈഡിലാ പോണ്ടേ? Come on man. ഏത് റോഡ്? എനിക്കറിയില്ല. ഈ റോഡ്? എടാ ഈ റോഡാണോടാ? ഏത് റോഡാ? നോക്ക് അവിടെ പോകുമ്പോട്ടെ നോക്ക്. ആ നോക്ക് ഏത് रोड? तो यहाँ से जाना है. गाड़ी जाएगा क्या? आगे पूरा पत्थर ही पत्थर दिख रहा है. हम जाएंगे कितना तक जा सकते. फर्स्ट टाइम भाई मेरा लाइफ में, कितना दिन से राइड कर रहा है, ऐसा वाला राइड फर्स्ट टाइम मिला है. वाह पको. हे നിക്ക ഞാൻ പോട്ടെ. भाई साहब रास्ता बहुत काई है. तो हम लोग सोच रहे हैं उस तरफ जाने के लिए. पहले देखना पड़ेगा उस तरफ का रोड कैसा है. तो भाई इतना आने तक ही फाट गया. मेरा R15 तो आ गया भाई. देखो एनफील्ड का अवस्था देखो. हेलो भाई साहब,
क्या हो रहा है ये सब? आजा 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 आजा। अयो मजा आ गया भाई, मजा आ गया. എടാ ഗാഡി കുറച്ച് മുന്നേ അവിടെ എടുത്ത്. ഹലോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു നമ്മൾ എത്രത്തോളം റിസ്ക് വഴിയാണ് വന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് കൂടുതൽ നഷ്ടങ്ങളിലേക്ക് വരുത്തിക്കാതെ നമുക്കിനി കാൽനടയായിട്ട് പോകാം. ഈ വാഹനങ്ങളൊക്കെ പ്രകൃതി ഉണ്ടാകുന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ്. നമുക്കിനി കാൽനടയായിട്ട് മുകളിലോട്ട് കയറാം. എന്താണ് പ്രകൃതി നമുക്ക് വേണ്ടി അതിന്റെ മുകളിൽ എന്ത് ഹെവനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടു കാണാം സുഹൃത്തുക്കളെ. ആ എവിടെ വെള്ളം എവിടെ? രാഹുലൊക്കെ വണ്ടി എടുക്കാൻ നന്നായി നോക്കി എടുക്കാത്താണ് നമ്മൾ വണ്ടി കൊണ്ട് വരുന്നത്. അഭിജിത്ത് വെള്ളം എവിടെ? That was his amazing video. अमेजिंग वीडियो चंगाई. अवस्था काइल राइडिंग जैकेट पहन के और भी कितना गर्म लग रहा है. आप लोगों का चक्कर में मेरा पूरा बर्बाद है. पानी भी नहीं है. बैंड करके स्ट्रेट नहीं. हाँ भाई साहब पीछे देखो कितना बड़ा पत्थर है. गिरेगा क्या? पत्थर गिरेगा. ऊपर चढ़ते चढ़ते खत्म ही नहीं हो रहा है भाई. और कितना ऊपर जाएंगे पता नहीं. वो वहाँ पर क्या है? आगे बहुत बड़ा सा दरवाजा है. वाह 4 लोग है हम लोग. ऊपर में एक बंदा ऑलरेडी चढ़ गया. चलो 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 आगे बढ़ते रहो, आगे बढ़ते रहो. ചലോ ചലോ. ഇതിന്റെ എൻഡ് എവിടെയാണ് നമുക്ക് ഒരിക്കലും അറിയത്തില്ല. നമ്മൾ ആ എൻഡിലേക്കാണ് പോകുന്നത്. ആ ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന വരദാനത്തിലേക്കാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. स्पॉटमैन बात करो. वहाँ पर देख रहे हो पुराना वाला बिल्डिंग है. बिल्डिंग बोला था कोई टेम्पल था पुराना, बहुत पुराना वाला है. तो हम लोग कभी वो देखने के लिए जा रहा है. कितना साल पुराना होगा बिच्चू? ഒരു 1900 കൊണ്ടുള്ള നമ്മളത് ജനിക്കുമ്പോൾ అవునా 1700 അത്ര. बहुत बहुत पुराना वाला टेम्पल है. हमारे इंडिया में सबसे अच्छा चीज़ क्या है पता है? ये सबसे अच्छा चीज़ है हमारा इंडिया में है ना. मस्जिद मंदिर सभी एक ही जगह मिलता है. लेकिन कोई दिक्कत नहीं, कोई प्रॉब्लम, किसी को कोई प्रॉब्लम नहीं. कुछ लोगों के लिए छोटा मोटा प्रॉब्लम हो जाता है, वो कोई बात नहीं. बट हमारे इंडिया में सबसे अच्छा चीज़ वही है. मस्जिद मंदिर दोनों साथ में ही है. ओके तो आधा ऊपर में दिखाएंगे, ऊपर का नज़ारा. कैमरा में इतना अच्छा नज़ारा देखने के लिए नहीं मिलता है. बट लाइव में आप लोग देखेगा ना बहुत बढ़िया नज़ारा है. अच्छा से अच्छा व्यू. आधा ऊपर क्या बता, इतना अच्छा नज़ारा है ना.
लग रहा है भाई ये कम से कम 200-300 साल पुराना मंदिर है, क्योंकि देखने से कुछ मालूम हो रहा है 200-300 साल पुराना रहेगा। बट पुराना ज़माना में कितना अच्छा से सब बिल्डिंग से भी बना रहा था देखो। अभी क्या हमारा इंजीनियर जो है फेल हो जाएगा, सिर्फ पाथर से, उसमें कुछ सीमेंट नहीं है कुछ नहीं है, पाथर मिट्टी से बना देता है बिल्डिंग। इतना बड़ा बड़ा बिल्डिंग है, इतना अच्छा से बिल्डिंग देखो, पाथर और मिट्टी से सिर्फ बना हुआ है, अभी तक खड़ा है बिल्डिंग। कम से कम 200 से 300 साल पुराना रहेगा। अच्छा व्यू है ना, लग रहा है इधर ये पहाड़ में ही रह जाऊँ मैं, वापस जाने का मन नहीं कर रहा है। कितना अच्छा व्यू यार। पीछे और भी एक है, वहाँ पे दिख रहा है, वहाँ पर एक दरवाज़ा दिख रहा है, वहाँ पर और कुछ भी है। അച്ഛൻ്റെ സ്റ്റക്കായില്ല, നല്ല സ്റ്റക്കായിരിക്കും വണ്ടി. എടി വിച്ചുവിനെ കൊണ്ട് എടുക്കണം. അനക്കല്ല ക്രാഷ് കാർഡ് മുട്ടും. അബി 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 ഓഫാക്ക് ചാവി ഓഫാക്ക്. മൊത്തം കിട്ടിയത് രാജാവ് നല്ല പോളി പോലെ കേറി വന്നു. രാജാവ് പോളി പോലെ വന്ന് കേറി വന്നു, ഒരു കുഴപ്പമില്ല, രാജാവിന് കുഴപ്പമൊന്നുമില്ല. പുലിക്കുഞ്ഞിനാണ് പകുതിക്കൊന്ന് പണി കിട്ടി. ആദ്യമേ പുലിക്കുഞ്ഞിന് പുലിക്കുഞ്ഞ് ആദ്യമേ ഒരു കുഴപ്പമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് ആദ്യം കേറി വന്ന്, ഇപ്പം രാജാവാണ് മുന്നിൽ പോകുന്നത്. പുലിക്കുഞ്ഞിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, എന്നാലും നമ്മൾ സ്വാതി എങ്ങനെയുണ്ട് ഇന്നത്തെ ട്രക്കിങ്? തിരിഞ്ഞു നോക്കിയേ. സൂപ്പറാ മോനെ, അത് പൊളിയായിരുന്നു. പക്ഷേ എന്താണ് കട്ടറും ഇതുമൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, സൂപ്പറായി. പക്ഷെ നമ്മുടെ രാജാവ് നല്ല തകർത്ത്, നല്ല പൊളിയായിട്ട് കട്ടറി എന്താണ് കുഴിയിൽ ഒരു പെട്ട അവസ്ഥയാണെങ്കിലും, പക്ഷേ വണ്ടി പുലിക്കുഞ്ഞ് ഒന്നും ചെറുതായിട്ട് മറിഞ്ഞു, അവൻ്റെ കാലിന് എന്തെങ്കിലും പറ്റിയിരിക്കുന്ന ഓർത്ത് നമ്മൾ ഓടിപ്പോയി പെട്ടെന്ന്. പക്ഷേ കാലിനൊന്നും പറ്റിയില്ല, വണ്ടിയുടെ ബ്രേക്കിന് കംപ്ലൈൻറ്റ് വന്നു, ബ്രേക്ക് ചെറുതായിട്ട് ശരിയാക്കാം. मेरे गाड़ी में कौन आएगा? अरे अभी का जो व्यू है ना, बारिश का मौसम बना हुआ है और अंदर सा दिख रहा है, बहुत अच्छा लग रहा है। बट रोड भी इतना डेंजर है, गिरते बचा हुआ गाड़ी, एक गाड़ी तो गिर ही गया, गिर के उसका ब्रेक शू जो है वो पूरा बेंड हो गया। तो कुछ नहीं, हम लोग दुकान में जाके रेडी करेंगे गाड़ी को, दुकान तक सही सलामत पहुंचा नहीं है। चढ़ने के टाइम में तो आराम से चढ़ गया था, बट उतरने का टाइम में नीचे थोड़ा रिस्क। पानी में है ना, बहुत स्मेल है भाई, अब बताओ।
ആ അതെ വാ अभी गाड़ी का करेंगे रेडी करने के बाद ही इससे निकलेंगे हम ನಿಮ್ಮ ಹತ್ರ ಯಾವುದು ಸ್ಟೀಲ್ ಪೀಸ್ ಯಾವುದು ಇದ್ರೆ ಸ್ವಲ್ಪ रिंग डाल गया है ना ಹಾಂ ये काढ़ो ಹಾಂ ಅದ വന്നോണ്ട് ഇപ്പത്തു വെടി കണ്ണാക്കി എന്തുറ്റി നീ 6 മണിക്കാണ് ഡ്യൂട്ടി വരുന്നത് 6 വർഷം പോകണം 6 വർഷം കംസർ വിളിച്ചോ ആ കംസർ വിളിച്ച് കംപ്ലൈൻറ്റ് അത് കറക്റ്റാണ് ഇപ്പോൾ കറക്റ്റാണ് റെഡി ഹലോ എടാ അത് ആക്സിഡന്റ് ആയി ബൈക്കിന് ബ്രേക്ക് വണ്ടിയിൽ നല്ല ബുള്ളറ്റ് ആ ഓക്കെ ഓക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ ആ ഓക്കെ റെഡി എനിക്ക് 6 മണിക്കാവും കയറേണ്ടതാണ് വരുന്ന വൈകി വണ്ടി പറഞ്ഞു അത് ചോദിച്ചു വർക്ക്ഷോപ്പിലായിരിക്കും ഇപ്പം സംഭവം വീഡിയോ കോൾ വിളിച്ചാൽ കാണിച്ചു തരാം ആരാടാ വിഷ്ണു ഇപ്പോൾ വരാം ആ ഞാനും രാവിലായിട്ടാണ് വിഷ്ണു കാര്യം ഓക്കെ പോവാം ഇഞ്ചും കൂടെ താഴെ ആ ഒരു ഇഞ്ചും കൂടെ ബ്രേക്ക് വേണ്ട മതി ഇപ്പോൾ റെഡി ഓക്കെ വർക്ക്ഷോപ്പിലേക്ക് ओकेडा सो गाइस आज का ब्लॉग इधर स्टॉप कर रहा है आज का टेकिंग और राइडिंग इधर ही स्टॉप है इधर ही स्टॉप कर रहा है और मिलेंगे नेक्स्ट वीडियो पर तब तक के लिए बाय और आप लोग हमको सपोर्ट करते रहो हम भी और भी अच्छा वीडियो और ब्लॉग से भी दिखाते रहेंगे आप लोग सपोर्ट करते रहो लाइक करते रहो शेयर करते रहो बस